Hello, good morning. Good morning. Good morning, Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning. Let's wait for 2 minutes. Still, students are joining. Okay. Let's start. First of all, good morning, all of you, and welcome to SmartSri Edu Consultancy. Thank you, Parayo. Thank you. Thank you. Thank you. ഓക്കെ ഓക്കെ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം അല്ലേ? മറന്നുപോയാലോ തരാൻ. അതുകൊണ്ടാണ് വെൽക്കം ചെയ്തപ്പോ ഒരു താങ്ക്സ് ഞാൻ തിരിച്ച് പ്രതീക്ഷിച്ചു. അപ്പൊ കിട്ടാത്തതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പുതിയ കോഴ്സ് അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്മാർട്ട്സ്രിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോ യു മേ ഹാവ് സം ഡൗട്ട്സ്, കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓൾസോ അബൌട്ട് സ്മാർട്ട്സ്രി എഡ്യു കൺസൾട്ടൻസി. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ചേർന്നപ്പോ നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിനെ സംബന്ധിക്കുന്ന ഡൗട്ട്സ്, കൺഫ്യൂഷൻസ് ഉണ്ടാകാം. അതുപോലെ നമ്മുടെ സ്മാർട്ട്സ്രിയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. സോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ക്ലിയർ ഓഫ് ഓൾ ദീസ് ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻസ്. അതുപോലെയുള്ള ചില സംശയങ്ങളും ഒക്കെ കൺഫ്യൂഷൻസും ഒക്കെ ദൂരീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ റെഡിയാണോ? റെഡിയാണോ? ഒന്ന് എനർജി ആവട്ടെ. സൗണ്ട് ഒക്കെ നിങ്ങൾ പുറത്തേക്ക് വരട്ടെ. കുറച്ച് നേരത്തേക്ക് നിങ്ങളെ കൊണ്ട് സൗണ്ട് എടുപ്പിക്കുള്ളൂ. അതിന് ഞാനിവിടെ ഓൾമൂട്ട് കൊടുക്കും, പിന്നെ നിങ്ങളെ കൊണ്ട് മിണ്ടിക്കില്ല. അപ്പൊ ആ പറ്റുന്ന സൗണ്ടില് എല്ലാവരും ഒരു 26 സ്റ്റുഡൻസ് ആണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ല എനർജിയിലിരിക്കണം. നമ്മളിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ട് ഇരിക്കാൻ പാടില്ല. ഭയങ്കര സ്മാർട്ട് ആൻഡ് എനർജറ്റിക് ആവണം. എപ്പോഴും ജിൽ നിൽക്കണം. ഓക്കെ, സോ സ്റ്റാർട്ട്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വിത്ത് യുവർ പെർമിഷൻ നിങ്ങളുടെ ഈ സൗണ്ട് ഒന്ന് നമ്മൾ ഓൺ മ്യൂട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് കുട്ടികള്. എല്ലാവരും ചിലപ്പോ ടൈമിന് വന്നിട്ടില്ല, കണ്ടോ, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോ മറ്റേതെങ്കിലും ചില ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ട് 11:30 കൃത്യം കയറാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കാം. കുഴപ്പമില്ല, അവർ ജോയിൻ ചെയ്തോട്ടെ. അപ്പൊ അവരിങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴേ ഈ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളൂ മ്യൂട്ട് കൊടുക്കാനും ക്യാമറ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. അത് കഴിയുമ്പോഴേ വരുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോ ജോയിൻ ചെയ്യാൻ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ക്യാമറയ്ക്ക് ഇതൊക്കെ ഓഫ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് ഓഫ് ആക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വരും. സൗണ്ട് ഇങ്ങനെ ഞാൻ പറയുന്നതൊക്കെ എക്കോ പോലെയൊക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഓൾ മ്യൂട്ടിന്റെ ഉദ്ദേശം. ഓക്കെ, സോ ഓൾ മ്യൂട്ട് കൊടുത്തെങ്കിലും ഡോണ്ട് ബി അഫ്രൈഡ്. ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് നമ്മൾ സമയം തരും. ഞാൻ ലാസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്നുള്ളൂ. അപ്പൊ നമ്മള് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ലാസ്റ്റ് നമുക്കൊന്ന് എല്ലാവരും ഒക്കെ പ്രഖ്യാപനം കുറച്ചധികം പേരൊക്കെ വരും. അപ്പൊ നമുക്ക് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. എവിടെയൊക്കെയാണ് നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ വേണ്ടി നമ്മുടെ സ്മാർട്ട്സ്രിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ലാസ്റ്റ് ആകാം. ഓക്കെ, സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലാസ്സസ്. My name is Nisha. I am a faculty of SmartSri Edu Consultancy.
അടുത്തൊക്കെ തന്നെയാ വീട് കേട്ടോ. ചുറ്റുവട്ടത്തൊക്കെ ഒരു ഏകദേശം ഒരു 2 കിലോമീറ്റേഴ്സിന്റെ ചുറ്റിലൊക്കെയാണ് നമ്മള് ഉള്ളത്. അപ്പൊ സ്മാർട്ട് ശ്രീയിലെ ഒരു ഫാക്കൽറ്റിയാണ്. പേര് കിട്ടിയല്ലോ, പേര് മനസ്സിലായില്ലേ? കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ പേര് ടീച്ചറിന്റെ പേരെന്താന്നൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ വരും. അതുകൊണ്ട് ചോദിച്ചതാ. പേര് കിട്ടിയോ എന്റെ? കേട്ടില്ല, ഞാൻ പേര് പറഞ്ഞത് കേട്ടില്ല ആരും? ഒന്ന് പറഞ്ഞേ. മിഥുൻ മാത്രം കേട്ടുള്ളൂ പേര് പറഞ്ഞു. ആമിനെ കേട്ടു. ഒന്ന് പേര് എഴുതി കാണിച്ചേ, അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. അപ്പൊ എല്ലാവരും കണ്ടോളൂ. കാണാത്തവര് ഡെയിലി കണ്ടോളൂ. ദിവ്യ, അതീത, അതീത. എന്താ പറഞ്ഞ പേര് പറ, എന്റെ പേര് പറ, ഞാൻ പറഞ്ഞ പേര് പറ. യെസ്, നിഷ. ഓക്കെ, അപ്പൊ അതാണ് എന്റെ പേര്, മറക്കരുത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് ശ്രീയിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കോഴ്സിന്റെ പേരാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ്, വാട്ട് ഈസ് ദാറ്റ് ടേം മീൻ? എന്താണ് ആ ടേം മീനിങ്? ഹ്യൂമൻ റിസോഴ്സ്. യെസ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ദ എംപ്ലോയീസ്, വർക്ക്മെൻ, ലേബർ ഫോഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളെയും, ആ ഒരു ജോലിക്കാരെ എല്ലാവരും, എല്ലാ എംപ്ലോയീസിനെയും അല്ലെങ്കിൽ ലേബറേഴ്സിനോ വർക്ക് ഫോഴ്സിനോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതിലെല്ലാം കൂടി വിളിക്കുന്ന ഒരു ടേം ആണ് ഹ്യൂമൻ റിസോഴ്സ്. സോ എന്താണ് ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ടു മാനേജ് ഓൾ ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ഈസ് ദ എസെൻഷ്യൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രധാനമായിട്ടും അതിന്റെ നടത്തിപ്പിന് എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട 4 കമ്പോണൻസ് ഞാൻ പറയാം. ഏതൊക്കെയാന്ന് പറയട്ടെ. അതായത് for the smooth functioning of an organization, it needs 4 components. നെസസറി ആയിട്ടുള്ള 4 കമ്പോണൻസ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് മണി, പണം വേണം, കാശ് വേണ്ടേ ബിസിനസ് തുടങ്ങണമെങ്കിൽ? പൈസ ഇല്ലാണ്ട് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മള് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വേണം. അതിന് നമ്മള് മണി എന്ന് വിളിക്കും. ആൻഡ് ഇൻ അക്കൗണ്ടിങ് ടേംസ്, അതിന്റെ കണക്ക് സംബന്ധമായിട്ടുള്ള ടേംസിൽ നമ്മൾ അതിന്റെ ക്യാപിറ്റൽ എന്ന് വിളിക്കും, അല്ലെ? മൂലധനം, ക്യാപിറ്റൽ. സോ മണി, അതാണ് വേണ്ടത്. മണി. പിന്നെ എന്ത് വേണം? ആ ബിസിനസിന് ആവശ്യമായ മെറ്റീരിയൽസ് വേണം. ഒരുപാട് മെറ്റീരിയൽസ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് നീഡ്സ് മെനി മെറ്റീരിയൽസ്. അപ്പൊ മെറ്റീരിയൽസ് വേണം. റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എന്തായാലും കുറച്ച് മെറ്റീരിയൽസ് വേണം. Then the next one is machinery. കുറെ മെഷീൻസ് വേണം ടു ഓപ്പറേറ്റ്. അവിടുത്തെ പല കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാനൊക്കെ പല മെഷീൻസ്. ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബിസിനസ് ഓർഗനൈസേഷന് വേണ്ട ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് മെഷീൻ, അല്ലെ? ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ബിസിനസ് ഓർഗനൈസേഷൻസ് കാണാൻ പറ്റുമോ? നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മെഷീനെങ്കിലും ഇല്ലാത്ത ഏത് ചെറുതും വലുതുമായ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും നമുക്ക് ഓരോ മെഷീൻസ്, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മെഷീനെങ്കിലും കാണാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അല്ലേ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് ഇട്ടോണ്ടാ. റിയാക്ഷന്റെ ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കിടക്കുന്നത് കണ്ടോ? എല്ലാവരും ചിലപ്പോ ചിലര് കണ്ടിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനൊന്ന് റിയാക്ട് ചെയ്യാം. ഇങ്ങനെ കണ്ടോ? യെസ്, അതുപോലെയുള്ള റിയാക്ഷൻസ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോന്ന്, നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന്, ഡിസ്റ്റർബൻസ് ഇല്ലാന്നൊക്കെ ഉറപ്പ് വരുത്താനാണ് ഇതുപോലെ അല്ലേ ഇല്ലേ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അതൊന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേണ്ട കമ്പോണന്റ് ആണ് മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് വൺ മോർ. അടുത്തത് മെൻ. ആ മെന്നിനെയാണ് വിച്ച് ഇസ് ടേംഡ് ആസ് ഹ്യൂമൻ റിസോഴ്സ്. അതാണ് ഏതെന്ന് പറയുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മെൻ. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ 4 കമ്പോണൻസിന് നമുക്ക് ഇതിനെ 4 M's എന്ന് പറയാം. 4 Mകൾ. എല്ലാം എമ്മിലല്ലേ സ്റ്റാർട്ട് ചെയ്തേ? ഞാൻ പറഞ്ഞപ്പോ കേട്ടായിരുന്നോ? മണി, മെറ്റീരിയൽ, മെഷീനറി, മെൻ. ആ 4 M's കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എം വന്നേ, മെൻ വന്നേ. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹ്യൂമൻ റിസോഴ്സ്. ആ മെന്നാണ് ബ്രാക്കറ്റിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് 4ഉം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏത് ബിസിനസ് ഓർഗനൈസേഷനും വേണ്ട കാര്യമാണ്. ആൻഡ് among these, ഇതില് എല്ലാത്തിലും ഏറ്റവും ഇസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്.
എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 4 എണ്ണത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. ബട്ട് അപ്പൊ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക, അവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക, അവർ ചെയ്യുന്ന ജോലികളൊക്കെ ഡിറക്ട് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒത്തിരി ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുക. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി, ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക. Let's see how is it possible to manage the human resource. എങ്ങനെ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. കാരണം മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളത്, മനുഷ്യന്മാരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടില് ഏകദേശം ഒരു വീട്ടില് ഒരു ഫാമിലിയില് നവഡേയ്സ് ഇന്നത്തെ കാലത്തൊക്കെ ഒരു 4, 5 അല്ലെങ്കിൽ ഒരു 6 മെമ്പേഴ്സ് അല്ലെ, എത്ര ആൾക്കാരൊക്കെയാണ് നമ്മുടെ വീടുകളിലുള്ളൂ അല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഒരു ആവറേജ് ആണ് പറഞ്ഞത്. ഒരു 5-6 ആളുകളൊക്കെ, രണ്ടാളുകൾ മാത്രമുള്ള വീടുകളുണ്ട്, ഒരാൾ മാത്രം താമസിക്കുന്ന വീടുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ എങ്കിലും ഒരു മാക്സിമം ലിമിറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 5-6 ആൾക്കാര്. പണ്ടത്തെ പോലെ ജോയിന്റ് ഫാമിലി ഒന്നും അധികമില്ല, എന്നാലും ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. ബിക്കോസ് ഇങ്ങനെ ഇതുപോലെ ഒരു പറഞ്ഞപ്പോ നമ്മുടെ ഇന്റർനാഷണൽ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ ജോയിന്റ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നേ. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല, ജോയിന്റ് ഫാമിലീസ് ചില സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് തോന്നുന്നത് അല്ലെ. 2-3 ചേട്ടനനിയന്മാരൊക്കെ കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ മഹത്തായ കാര്യമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ വഴക്കും മക്കളാണ്, ആർക്കും പരസ്പര വിശ്വാസവും ഇല്ല അല്ലെ. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് അല്ലെ ഇങ്ങനെയൊക്കെ ജോയിന്റ് ഫാമിലിയിലൊക്കെ താമസിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നല്ല കാലഘട്ടങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എല്ലാവരും അവിടെ തന്നെയുണ്ട്. ഒത്തിരി എന്താ പറയാ, ചെറിയ ഓരോ ദിവസവും ഓരോ സാധാ ദിവസങ്ങളും അവർക്കൊരു ആഘോഷം പോലെയാണ്. കാരണം there are many members in the family. അവരൊക്കെ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി അല്ലെ, നല്ല രസമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു 5-6 ആളുകളൊക്കെ നമ്മുടെ വീടുകളിലുള്ളൂ. See, sometimes we feel or we might feel some difficulties. ഈ പറയുന്ന 3, 4, 5 ആൾക്കാരെ കൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പൊറുതി പൊട്ടുക എന്ന് പറയും. അങ്ങനെ തോന്നാറില്ലേ? അതായത് രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് കാലത്തൊടി വൈകുന്നേരം വരെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഗേൾസ് ആണ് കേട്ടോ. ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നതിൽ കുറച്ച് പേരെ ഇവിടെ ബോയ്സിന്റെ പേര് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവര് ഓൾമോസ്റ്റ് കൂടുതലും മെജോറിറ്റി ഗേൾസ് ആയിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുക. ആൺകുട്ടികൾ കുറച്ച് പേരുണ്ട്. എന്നാലും സോണി ആൺകുട്ടിയാണോ? മീൻസ് അവിടെ ഇങ്ങനെ പേര് വരുമ്പോ ചിലപ്പോ ഹസ്ബൻഡ്സിന്റെ ഒക്കെ മൊബൈൽ വെച്ചിട്ടൊക്കെ കുട്ടികൾ ജോയിൻ ചെയ്യാറുണ്ട്. ഞാൻ അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ കുറച്ചു പേരൊക്കെ ഗേൾസ് ഒക്കെ, കുറച്ചു പേരെ ബോയ്സും ഉള്ളൂ. അപ്പൊ നമുക്കറിയാം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ച് അധികം ജോലി, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി വീടുകൾ കുറച്ച് കൂടുതലാണ് നമുക്ക് അല്ലെ, ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ കുട്ടികളെ മാനേജ് ചെയ്യണം, കുട്ടികളെ നോക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയും, ഓ ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. എന്തെങ്കിലുമൊക്കെ ദിവസമൊക്കെ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ സംസാരം വരാറില്ലേ? ഈ 5-6 ആളുകൾ മാത്രമുള്ള ഒരു വീട്ടില് ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മാനേജ്മെന്റ്, നമ്മളെ മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് തോറ്റു എന്ന് പറയുമ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ, ഒത്തിരി എംപ്ലോയീസ് ഉള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകളെ മൊത്തം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ? അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലാത്തത് കൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ലുലു ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, വലിയ ബിസിനസ് സംരംഭമാണ് അല്ലെ. അവിടെ എത്ര എംപ്ലോയീസ് ഉണ്ടാകും? ജസ്റ്റ് ഇമാജിൻ. ഒന്ന് ആലോചിച്ച് നോക്കും, അവിടെ ഇത്രയൊക്കെ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ ആ ക്യാഷ് പേ ചെയ്യാൻ തന്നെ ചെല്ലുന്ന സ്ഥലത്ത് തന്നെ എത്ര ഒരു നിരയാണ് ഒരു ക്യാഷ് പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള കൗണ്ടേഴ്സ് അല്ലെ. അതൊരു നിരയായിട്ട് ലൈനായിട്ട് ഇങ്ങനെ കിടക്കുക. അതിനകത്ത് തന്നെ എത്ര എംപ്ലോയീസ് ഉണ്ട്. ഇനി അവിടെ എന്താ പറയാ, ക്ലീനിങ്, അതിന്റെ അവിടുത്തെ ഹൈജീനിക് ആയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് പോലത്തെ ഡിപ്പാർട്ട്മെന്റ്, അവിടെ എത്ര പേരാ ജോലി ചെയ്യുന്നത്. നമ്മുടെ തിങ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന സ്ഥലത്ത് അവിടെയും ഉണ്ട് എംപ്ലോയീസ്. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അവിടെ അതിനകത്തുണ്ട്, ഓരോ കടകളും മറ്റു കാര്യങ്ങളൊക്കെ, അതിനകത്തൊക്കെ എത്ര എംപ്ലോയീസ് ഉള്ളത്. അപ്പൊ ഈ പറയുന്ന എല്ലാ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യാൻ അപ്പൊ എങ്ങനെ പറ്റും? നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള കൂടുതലും നമ്മളുടെ ബ്ലഡ് റിലേഷനിലുള്ള ആളുകളാണ് ഒരു വീട്ടിലുണ്ടാകുക. അച്ഛനമ്മ മക്കളൊക്കെ നമ്മളുടെ രക്തത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് ബ്ലഡ് റിലേഷൻ ഉള്ളവരാണ്. അവറ്റകളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പൊ ഈ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉള്ള എംപ്ലോയീസിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യണമല്ലോ, ചെയ്യണ്ടേ? കാരണം
നമുക്കറിയാം all these people are coming from different family backgrounds which who have different behavioral pattern. അല്ലെ, ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും പല പല വീടുകളിൽ നിന്ന് വരുന്നു. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ തമ്മിൽ എന്താ പറയാ വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരുടെയും ബിഹേവിയറൽ പാറ്റേൺസിൽ വ്യത്യാസമുണ്ട് അല്ലെ. വ്യത്യസ്ത സ്വഭാവ രീതികളുള്ള കുറെ ആൾക്കാര് പല പല വീടുകളിൽ നിന്ന് വരുന്ന പല പല രീതിയിൽ ജീവിച്ചവര് വന്നിട്ട് എല്ലാവരും കൂടി എന്താ പറയാ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു റൂഫിന്റെ കീഴിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇവരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം. ഇവരെയൊക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇവരെയൊക്കെ ഡിസിപ്ലിൻഡ് ആക്കി നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് അവരെ എന്താ പറയാ അവരെ അങ്ങനെ മാനേജ് ചെയ്ത് എടുക്കണം അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഭാഗം, അങ്ങനെ ഒരു ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയാ ഒരു ആളുകൾ, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വേണമെന്ന് ബിസിനസിന്റെ വളർച്ചയോടുകൂടി ആളുകൾ മനസ്സിലാക്കി. നമുക്കറിയാം വി ആർ ലിവിങ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓറിയന്റഡ് വേൾഡ് ആണ്. നമ്മൾ ജീവിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. അതായത് എല്ലാവരും എന്തിനും ബിസിനസിന്റെ ഒരു ഇതാ കാണുന്നത്. എന്ത് കാര്യം ചെയ്താലും അവിടെ എന്തെങ്കിലും കച്ചവടം, അവിടെ നമുക്ക് എന്ത് ലാഭമുണ്ട്, ആ ഒരു കാര്യം ചെയ്യുമ്പോൾ വാട്ട് ഈസ് അവർ ബെനിഫിറ്റ്സ്, വാട്ട് ഈസ് അവർ പ്രോഫിറ്റ് എന്ന് ചിന്തിക്കുന്നവരെ, എന്ത് കാര്യം നിസ്സാരം ഒരു കാര്യമായാലും ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താ നേട്ടം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. എവിടെ തിരിഞ്ഞാലും പ്രോഫിറ്റിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി, അവനവന്റെ ബെനിഫിറ്റിന് വേണ്ടി ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ഓൾസോ ദെയർ മെയിൻ എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റൈസേഷൻ തന്നെയാണ്. പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ എവറിത്തിങ് ഹാസ് ടു ബി കൺട്രോൾഡ്. നമ്മൾ ലാഭം കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരമാവധി ചെലവ് കുറയ്ക്കണം. പരമാവധി ചെലവ് കുറയ്ക്കണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അവിടെ മാനേജ് ചെയ്യാനുണ്ട്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് മനുഷ്യന്മാരെ അടക്കം മാനേജ് ചെയ്യണം. അവരുടെ ജോലി ചെയ്യുന്നവര് കൃത്യമായിട്ട് അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ അല്ലെ. അവരുടെ എന്താ പറയാ അല്ലാണ്ട് വെറുതെ ഐഡിയലായിട്ട് അവരുടെ ഒക്കെ തൂക്കി പിടിച്ചിരുന്ന് ചെയ്യേണ്ട ജോലി സമയത്തിന് ചെയ്യാത്തതൊക്കെ പെൻഡിങ് ഇടുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഈ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ, ഡെവലപ്മെന്റിനെയും പ്രോഫിറ്റൈസേഷനെയൊക്കെ ബാധിക്കും. അപ്പൊ അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആകുക, അവരെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഏറ്റെടുക്കാൻ, അത് പ്രാക്ടിക്കലായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആവണ്ടോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഈ തമ്മിലാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയാ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡെവലപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് ഈ പറയുന്ന കുറച്ച് കോഴ്സുകളൊക്കെ ഇത്രയും പോപ്പുലർ ആയത്. ഈ ബിസിനസിന്റെ വളർച്ച, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽസിന്റെ വളർച്ച, ഇതൊക്കെ നമുക്ക് നമ്മളുടെ സമൂഹത്തിൽ ഇക്കോണമിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ പറയുന്ന എന്താ പറയാ കോഴ്സസ് ഒക്കെ ഇങ്ങനെ വളരെ ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സാണ്. നമുക്കറിയാം നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കോഴ്സ് 5 months കോഴ്സാണ്. നിങ്ങളോട് നമ്മളുടെ PROs പറഞ്ഞിട്ടുണ്ടായിരിക്കും 5 months കോഴ്സാണെന്നും ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവര് ഷെയർ ചെയ്തിട്ടുണ്ടാകും അല്ലെ. അപ്പൊ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സിലൂടെ ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ ഒത്തിരി എംപ്ലോയീസ് ഉണ്ട്, ടീച്ചേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്, PROs, ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്യണം. ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ, ഇവരെ സംബന്ധിക്കുന്ന ഇവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല, ഇൻക്ലൂഡിങ് ഫ്രം ദ ടൈം ഓഫ് ദർ റിക്രൂട്ട്മെന്റ്, ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ ഇവര് എന്താ പറയാ റിട്ടയർ ചെയ്ത് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും A to Z എന്ന് പറയുന്നത് പോലെ. മനസ്സിലായോ? ഒരു എംപ്ലോയി ആകുന്നത് എപ്പോഴാ? ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ജോലിക്കാരനാകുന്നത് എപ്പോഴാ? ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ്. ആളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആണ്. അപ്പൊ ആ റിക്രൂട്ട്മെന്റ് മുതൽ, റിക്രൂട്ട്മെന്റിന് മുമ്പിലും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ there are some vacancies, ചില വേക്കൻസീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു 10 ആൾക്കാരുടെ കുറവുണ്ട്, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് 10 ജോലിക്കാരെ വേണം. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ജോലിക്കാരെ വേണമെന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ പരസ്പരം അങ്ങോട്ട് ഡിസ്കസ് ചെയ്താൽ മതിയോ? പറ്റില്ല. ഇറ്റ് ഹാവ് ടു ബി ഇൻഫോംഡ് ടു ദ പബ്ലിക്. ഇങ്ങനെ വേക്കൻസീസ് ഉണ്ടെന്ന് അത് നമ്മൾ എന്ത് ചെയ്യണം? അറിയിക്കണം. പുറത്ത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇതൊക്കെ നമ്മൾ അറിയിക്കുമ്പോൾ ഈ അറിയിക്കുന്നത് ത്രൂ അഡ്വർടൈസ്മെന്റ്സ്. ഇത് എന്തിലൂടെയാണ് അറിയിക്കുന്നത്? നമ്മൾ അറിയിക്കുന്നത് പൊതുജനങ്ങളെ അറിയിക്കണമെങ്കിൽ പരസ്യം ചെയ്യണം. മേ ബി ത്രൂ ന്യൂസ് പേപ്പേഴ്സ്,
മാഗസിൻസ് അല്ലെങ്കിൽ ഈ എന്താ പറയാ ഇതുപോലെയുള്ള ജോലികളുടെ ഒക്കെ ജേർണൽസ് ഒക്കെ ഉണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള അത്, അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ ഒത്തിരി സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്സാപ്പ് ത്രൂ അറിയിക്കാം, ഇമെയിൽ ത്രൂ അറിയിക്കാം, അങ്ങനെ പല രീതിയിലൊക്കെ അറിയിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ അറിയും. അപ്പൊ ഈ അറിയിക്കണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ HR മാനേജ്മെന്റിന്റെ ഡ്യൂട്ടീസ്. HR മാനേജ്മെന്റ് ആണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ there are some vacancies reported, ഏതെങ്കിലും തരത്തിലുള്ള വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു ബി ഇൻഫോർംഡ് ടു ദ പബ്ലിക് ത്രൂ അഡ്വർടൈസ്മെന്റ്സ്. അത് പരസ്യങ്ങളിലൂടെ ആളുകളെ അറിയിക്കുന്നു. ആ പരസ്യങ്ങളിലൂടെ അറിയിക്കുന്നതിന് ഇനീഷ്യേഷൻ എടുക്കേണ്ടത് ആരപ്പോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. കാരണം എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ അവർ റിട്ടയർ ചെയ്ത് പോകുന്നത് വരെയുള്ള എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇച്ച് ആൻഡ് എവറിത്തിങ് നോക്കേണ്ടത്, ഡയറക്ട് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റിന് മുമ്പ് അവർ പരസ്യങ്ങൾ കൊടുക്കണം. ആ പരസ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് ഏത് രീതിയിലാണ്? പരസ്യം കൊടുത്തു കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ അപ്ലൈ ചെയ്യും, ആപ്ലിക്കേഷൻസ് വരും, ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യണം. ഓക്കെ, ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? പ്രസന്റേഷൻ ഓഫ് ആകോ? ഓക്കെ, യെസ്. അപ്പോ നമ്മൾ ആപ്ലിക്കേഷൻസ് അയക്കും, ആൾക്കാര് ആപ്ലിക്കേഷൻസ് അയക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് എല്ലാ ആപ്ലിക്കേഷൻസും 10 വേക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1000 ആപ്ലിക്കേഷൻസ് വരും. ഏതെങ്കിലുമൊക്കെ നല്ല നല്ല ബിസിനസ് ഓർഗനൈസേഷനിൽ വേക്കൻസീസ് ഉണ്ടെന്ന് അറിയുമ്പോൾ അവിടെ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹിച്ചിരിക്കുന്ന പബ്ലിക് ഉണ്ടാകും. അപ്പൊ പൊതുജനങ്ങൾ, യൂത്തുകൾ, ഫ്രഷേഴ്സ്, പുതിയ പുതിയ കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരത് അറിയുമ്പോൾ അവർ അപ്ലൈ ചെയ്യും. അപ്പൊ ഈ 1000 ആപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് 10 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ 10 വേക്കൻസി ഉള്ളൂ അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നല്ല നല്ല ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുന്നു. അവരുടെ റെസ്യൂമെയും അവരുടെ ആപ്ലിക്കേഷൻസും ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ നോക്കി അസസ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നു. അവർക്ക് ഇന്റർവ്യൂസിന് വേണ്ടിയിട്ടുള്ള കാർഡുകൾ അയക്കണം. ഇന്റർവ്യൂസ് അപ്പൊ 10 പേർക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് 10 പേരെ മാത്രം സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ കാർഡ് അയക്കുകയല്ല ചെയ്യാം. അപ്പൊ കുറച്ച് പേരെ എടുക്കും. എന്നിട്ട് അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ട് അപ്പൊ ചിലപ്പോൾ ഒരു 10-100 എണ്ണോ അല്ലെങ്കിൽ 10-200 എണ്ണം പേരെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ 200 പേർക്ക് സെലക്ട് ചെയ്ത 200 പേർക്ക് എന്ത് ചെയ്യുന്നു? ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഡേറ്റും മറ്റു കാര്യങ്ങളും ഇൻഫോം ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ കാർഡ് അയക്കും. ഇന്റർവ്യൂവിന് അവർ വിളിക്കണം, അതിന് ലെറ്റേഴ്സ് അയക്കണം. ഇതൊക്കെ ആര് ചെയ്യും? ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണേ. ആര്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. മനസ്സിലാകുന്നുണ്ടോ? എംപ്ലോയീസിനെ നോക്കുക, അവർ ജോലി ചെയ്യണ്ടോന്ന് മാത്രം നോക്കിയാൽ പോരാ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ അതിനുശേഷം ഇന്റർവ്യൂ കാർഡ് അയക്കുന്നു. അതിൽ നിന്ന് ഇന്റർവ്യൂല് ഡേറ്റ് തീരുമാനിച്ചു. അതിന് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഡേറ്റ് അവരെ ഇൻഫോം ചെയ്യുന്നു. ഇന്റർവ്യൂവിൽ വന്ന് പങ്കെടുക്കുന്നു. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഒരുപാട് പ്രൊസീജിയേഴ്സ് ബിഫോർ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളും അതിനുശേഷം അവർ റിക്രൂട്ടഡ് ആയി അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പുതിയ ജോലിക്കാര് പുതിയതായിട്ട് ഫ്രഷേഴ്സ് ഒക്കെ വരുമ്പോൾ they will not be able to manage എന്താണ് അവർക്ക് കൊടുത്തേക്കുന്ന ജോലിയൊക്കെ ചിലപ്പോൾ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തു. പഠിച്ച ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ നമുക്കുണ്ട്, പക്ഷെ അതെങ്ങനെ ചെയ്യും, എവിടെ നിന്ന് തുടങ്ങണം, നമ്മളത് ചെയ്താൽ തെറ്റിപ്പോകോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവൊക്കെ വരുന്ന ഫ്രഷേഴ്സിന് ഉണ്ടായിരിക്കും. പുതിയതായിട്ട് വരുന്ന ന്യൂ കമേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഉണ്ടാകും. സോ ദേ ഹാവ് ടു ബി ട്രെയിൻഡ്. അവർക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. ഇങ്ങനെയാണ്. അപ്പൊ ട്രെയിനിങ് മേക്സ് ദം കോൺഫിഡൻസ് ടു വർക്ക്. അവർക്ക് ആ ട്രെയിനിങ്ങിലൂടെ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആർജിക്കാൻ പറ്റും. അപ്പൊ അവരവരുടെ കൃത്യമായ രീതിയിൽ അവർക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഒരു ടീച്ചറാണ്, ഓക്കെ, ടീച്ചറായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ എനിക്കുണ്ട്, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെ ക്ലാസ് എടുക്കണം, അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം അല്ലെ? നമ്മൾ സാധാരണ കോളേജസിലൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഓക്കെ, അതൊക്കെ നമ്മൾ ഫേസ് ടു ഫേസ് നിന്ന് ക്ലാസ് എടുക്കുകയാണ് ചെയ്തത്. അത് അങ്ങനെയായിരുന്നു. ഇറ്റ്സ് അനദർ വേ ഓഫ് ടീച്ചിങ്. അത് വേറെ രീതിയാണ്. പക്ഷെ ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഒത്തിരി പല ജില്ലകളിലുള്ള കുട്ടികളൊക്കെ വന്നിരുന്നിട്ട് ക്ലാസ് കാണുന്നതാണ്. അപ്പൊ ഇതെങ്ങനെയാണ് അത് നമുക്കൊന്ന് പറഞ്ഞു തരണം. അപ്പൊ നമ്മൾ എന്തായി? ഓക്കെ, ശരി, ഇങ്ങനെയാണ്, ഓക്കെ, നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയി. ഓക്കെ, ഐ എം ഓക്കെ, എനിക്ക് ക്ലാസ് എടുക്കാൻ ഓക്കെയാണ്. മനസ്സിലായോ? ഫേസ് ടു ഫേസ് നേരെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന എല്ലാവർക്കും തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നവർക്ക് ചിലപ്പോൾ നേരെ പോയിട്ട് ഒരു ഫേസ് ടു ഫേസ് നേരെ നിന്നിട്ട് എന്താ പറയാ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഇതൊക്കെ ചെയ്യുന്നത്.
മനസ്സിലായി? അപ്പൊ എംപ്ലോയീസിനെ കൂടുതൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഫ്രം ദ ടൈം ഓഫ് റിക്രൂട്ട്മെന്റ് അപ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ് എല്ലാ കാര്യങ്ങളും ആൻഡ് ഓൾസോ അവരുടെ എന്താ പറയുക ട്രെയിനിങ്, അതുപോലെ ഞാൻ പറഞ്ഞു, പിന്നെ അവരുടെ ടാലന്റുകൾ മനസ്സിലാക്കി എക്സ്ട്രാ വർക്കുകൾ ഇഫ് ദേ ക്യാൻ ഡു അവർക്കത് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ഒരാൾക്ക് ജോലി ചെയ്യുമോ, ടീച്ചറാണ്, ടീച്ചർക്ക് അതല്ലാതെ വേറെ മറ്റ് പല ടാലന്റ് ഉണ്ട്. സോ അങ്ങനെയുള്ള ജോലിയും ആളെ ഏൽപ്പിക്കുമ്പോൾ എന്താണ് ആ ഒരു ബെനിഫിറ്റ് ആ ഒരു ഓർഗനൈസേഷന് ആ ആളുടെ ആ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ടാലന്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും. മനസ്സിലായ? അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു ഹാൻഡിൽ ദം. അല്ലെങ്കിൽ ഇത്രയും ടാസ്കുകൾ അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ നമ്മളെ വിചാരിക്കും ഓ മനുഷ്യന്മാരല്ലേ പറഞ്ഞാൽ മനസ്സിലാവുന്നവരല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും എന്താ പറയാ ഡിഫിക്കൽട്ട് ഏറിയ ഒരു ടാസ്ക് ആണ് ഈ പറഞ്ഞ മണി, മെറ്റീരിയൽ, മെഷീൻ, മെൻ, ഈ 4 കമ്പോണൻസിൽ ബാക്കി 3 മാനേജ് ചെയ്യാൻ നമുക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഇതൊക്കെ എന്താ മണിയും മെറ്റീരിയലും മെഷീനും ഒന്നും തിരിച്ചൊന്നും പറയാൻ പോണില്ല അല്ലെ? അതൊക്കെ തിങ്സ് ആണ്. അതിന് തിരിച്ച് പറയാനുള്ള ഫീലിങ്സും ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. മെൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ മാനേജ് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം നമുക്കറിയാം നമ്മളുടെ ബിഹേവിയറൽ പാറ്റേൺ, നമ്മളുടെ എന്റെ സ്വഭാവ രീതിയോ പെരുമാറ്റ രീതിയോ ആയിരിക്കില്ല വേറൊരാൾക്ക്. ഞാൻ എന്റെ വീട്ടില് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാ ചെയ്തിരുന്നത്, എന്റെ കൂടെ ജോലി ചെയ്യാമെന്ന് വേറൊരാള്. ചിലപ്പോ നമ്മുടെ ഐഡിയാസ് തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാകും. അതിനെയൊക്കെ മാനേജ് ചെയ്യണം. അത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷനും എംപ്ലോയീസും മാനേജ്മെന്റും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ്, പ്രോബ്ലംസ്, അതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീവാൻസ്, കംപ്ലൈന്റ്സ്. ഗ്രീവാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താ പറയാ കോംപ്രമൈസ് ചെയ്യുക, അതിനെയൊക്കെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ് സംബന്ധമായ കാര്യങ്ങൾ, അവരുടെ സാലറി പാക്കേജ്, എവറിഥിങ്, അതായത് സാലറി, മറ്റ് അലവൻസസ്, ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാനേജ് ചെയ്യുക. എവറിഥിങ് എല്ലാം മാനേജ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി അത്ര എളുപ്പമാണോ? നമുക്ക് മാനേജ് ചെയ്യാൻ പോകേണ്ടവര് അല്ല. നമ്മുടെ വീട്ടിലുള്ള, ഞാൻ അതൊരു എക്സാമ്പിൾ പറയാൻ കാരണം, അപ്പൊ നമ്മൾ അങ്ങനെയായിരിക്കണം. നമ്മുടെ കുറച്ച് ചെറിയ ഗ്രൂപ്പിനെ നമുക്ക് മാനേജ് ചെയ്യുന്നത് പോലെയല്ല കുറച്ച് വലിയ ഗ്രൂപ്പിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പോകേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം. അതറിയണമെങ്കിൽ നമ്മൾ ഈ സിലബസിലൂടെ പഠിക്കണം. അപ്പൊ ഈ സിലബസിനകത്ത് പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഓരോ ക്ലാസ്സും വന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് പറ്റുന്ന ആളുകൾ ലൈവായിട്ട് തന്നെ മാക്സിമം കയറാൻ നോക്കുക. In case if you cannot attend the live classes, the next day your recorded classes will be uploaded in your Google Classroom. അപ്പൊ അതെങ്കിലും ചെയ്യാൻ നോക്കണം. കാരണം ഇന്നും പറ്റിയില്ല, എന്തെങ്കിലും വയ്യായികയായിരുന്നു, കിടന്നു പോയി, അല്ലെങ്കിൽ പുറത്തു പോകേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ്, ആരും ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന കോഴ്സ് അതിൽ നിന്ന് നമുക്കൊരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ആ കോഴ്സ് പഠിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് മാത്രമല്ല അതിന്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു നേട്ടം, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത ആ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് മാത്രമല്ല ആ ഒരു കോഴ്സ് പഠിച്ചതിൽ നിന്ന് നാം എന്താ ആർജിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? എന്താണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു കോഴ്സിൽ നിന്ന്? അത് നമുക്ക് കിട്ടണമെങ്കിൽ വി ഹാവ് ടു go through our classes regularly. തീർച്ചയായിട്ടും ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അതിന്റെ പിറ്റേ ദിവസത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കാണുക, കേൾക്കുക. എന്തൊക്കെയാണ് ക്ലാസ്സിലെ ടീച്ചർ കഴിഞ്ഞ ദിവസം എടുത്തത്, എനിക്ക് കാണാൻ പറ്റിയില്ല, ആ ഒരു എനിക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് ഭയങ്കര തീക്ഷ്ണതയോടെ അത് എന്താ പറയാ ഓർത്തിരുന്നത് കാണണം എന്നുള്ള ആ ഒരു എന്താ പറയാ ഒരു ഈഗർനെസ്, ആ ഒരു ഇത് എല്ലായ്പ്പോഴും വേണം മനസ്സിൽ. അല്ലാതെ ഇപ്പൊ കോഴ്സിന് ചേർത്തു പരീക്ഷ ചെയ്യുക, ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, എന്നിട്ട് എവിടെ. പക്ഷെ അങ്ങനെ പോയിട്ട് നമുക്ക് കാര്യമില്ല. കാരണം ഇത് മുഴുവനും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ 6 മൊഡ്യൂൾസിലൂടെ പഠിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ ഒരു ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ പോയി HR ഡിപ്പാർട്ട്മെന്റിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു നമുക്ക് ജോലി കിട്ടി. പക്ഷെ എന്താണ് ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താന്ന് നമ്മളിങ്ങനെ അന്തമിട്ട് കുത്തവഴിക്ക് നിൽക്കേണ്ടി വരും അല്ലെ? അതില്ലാതിരിക്കാൻ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, പഠിപ്പിക്കുന്നത് നമ്മൾ കേട്ട് മനസ്സിലാക്കും. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മളുടെ ബ്രെയിനിൽ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പോൾ you can have to apply it practically. നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ HR കോഴ്സ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്.
അതൊക്കെ ഓർമ്മ വരും. സോ അത് നമുക്ക് ഒന്നുകൂടിയൊക്കെ റെഫർ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിയോ ഒക്കെ നമുക്ക് പോയി ഇതാക്കാൻ പറ്റും, അല്ലെ, ചെയ്യാൻ പറ്റും. അതുള്ളതാണ്. ഏത് കാര്യം പഠിച്ചാലും അതിനൊരു പ്രാക്ടിക്കൽ സൈഡും തിയററ്റിക്കൽ സൈഡും ഉണ്ട്, ഇല്ലേ? എന്ത് കാര്യം പഠിച്ചാലും അങ്ങനെയില്ലേ? ഇപ്പൊ നമ്മള് കൊമേഴ്സ് എടുത്ത് പഠിക്കുന്നു, അക്കൗണ്ടിങ് ഒക്കെ ഡിഗ്രിക്കൊക്കെ 3 വർഷമൊക്കെ ഇരുന്ന് പഠിച്ചു, അല്ലെ, 3 വർഷം എടുത്ത് പഠിച്ചു. പക്ഷെ അത് പ്രാക്ടിക്കലി ഇപ്പൊ നമുക്കറിയാം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് ഒക്കെ പണ്ടത്തെ രീതിയൊക്കെ ജേർണലിൽ ലെഡ്ജറൊക്കെ വരച്ചിട്ട് ഇങ്ങനെ എഴുതി തയ്യാറാക്കി വലിയ വലിയ മോട്ട ബുക്കിലൊക്കെ വരച്ച് എഴുതിയൊക്കെ റെക്കോർഡ് ബുക്സ് ഒക്കെ പോലെ ഉണ്ടാക്കി ബിസിനസ് സ്ഥാപനങ്ങൾ വെച്ചിരുന്നു. അതൊക്കെ മാറി. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. കമ്പ്യൂട്ടറിൽ അക്കൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതൊക്കെ അപ്പൊ തന്നെ അതിനകത്തേക്ക് സേവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ഏത് പോയിന്റ് ഓഫ് ടൈമിലും ആ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ അതിന്റെ പ്രോഫിറ്റബിലിറ്റിയും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കും ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയതിന്റെ ആ ഒരു ഇതുകൊണ്ട്. കാരണം അതൊക്കെ അപ്ഡേറ്റഡ് ആണ്. ഓരോ ടൈമും നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എന്താ പറയാ, നമ്മൾ അപ്പൊ തന്നെ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേത് മാനുവലായിട്ട് തയ്യാറാക്കുമ്പോൾ എന്താണ്, നമ്മൾ തന്നെ ചെയ്തു നോക്കണം. ഏത് സമയത്താണോ നമുക്ക് ഇതുവരെയുള്ള ലാഭം കാണണമെങ്കിൽ നമ്മൾ തന്നെ ബാക്കിയുള്ള അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിനുണ്ട് അങ്ങനെയുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ആണ്. നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു നോളജ് കിട്ടുക. അത് നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിക്കും. എന്താണ്, തിയററ്റിക്കൽ പ്ലസ് പ്രാക്ടിക്കൽ, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അതൊരു എന്താ പറയാ, നമുക്കൊരു നേട്ടം ഉണ്ടാകുള്ളൂ. ഏതെങ്കിലും ഒരു സൈഡ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഡോക്ടേഴ്സ് ആകാൻ പോകുന്നു, അല്ലെ, MBBS ഒക്കെ ബുക്കുകളൊക്കെ ഇങ്ങനെ വലുതൊക്കെ പഠിച്ചിട്ട് ഇറങ്ങുന്നു. അവരപ്പൊ എന്ത് ചെയ്യും? അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് അപ്പൊ തന്നെ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഏതെങ്കിലും ക്ലിനിക്കോട്ട് ഇരിക്കുകയാണോ ചെയ്യാം? അല്ല, ഏതെങ്കിലും സീനിയർ ഡോക്ടേഴ്സിന്റെ കീഴിൽ അവർ കുറച്ച് നാള് പ്രാക്ടീസ് ചെയ്യും. ലോയേഴ്സ് ആകാൻ പോകുന്നു, ഇല്ലേ? അപ്പൊ എല്ലാത്തിനും ഒരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. ആ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് ശരിയാവണമെങ്കിൽ തിയറി എന്താണെന്ന് അറിയണം, എന്നാലേ പറ്റുള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ എല്ലാ കാര്യവും പഠിക്കാം? അതാ പറഞ്ഞത്. അപ്പൊ തിയറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കുള്ള ടെക്സ്റ്റ് ബുക്കുകളും ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും ഒക്കെ റെഫർ ചെയ്ത് കേട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും എല്ലാ ദിവസവും. 5 ക്വസ്റ്റ്യൻസ് വെച്ച് ടീച്ചേഴ്സ് എടുക്കുന്ന ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് വെച്ച് തരും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അന്ന് ടീച്ചർ എടുത്ത ഭാഗത്തു നിന്നായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരിക. തീർച്ചയായിട്ടും അത് റെഫർ ചെയ്ത് നോക്കുക. ടീച്ചർ ഇന്ന് എടുത്തത് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ കേട്ടു, ഓക്കെ. പക്ഷെ ആ എടുത്ത പോർഷൻ നമ്മളൊന്ന് ആ നോട്ട് ബുക്ക് എടുത്ത് വെച്ച് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വരച്ച് നോക്കി വായിച്ചൊക്കെ നോക്കുക. അതിനുശേഷം മോക്ക് ടെസ്റ്റ് ബുക്ക് അടച്ചു വെച്ച് അങ്ങനെ ചെയ്യാം. പറ്റുമോ നോക്കണം. ഇതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇതെടുത്ത ഭാഗത്തു നിന്ന് ടീച്ചർ എടുത്തത് ഞാൻ കേട്ടു, വായിച്ചൊക്കെ നോക്കി ഇത് ഈ ബുക്ക് എടുത്ത് അടച്ചു വെച്ചിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിന്റെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കി കൃത്യമായിട്ട് ഓപ്ഷൻ ആയിട്ട് വരുന്ന ആൻസേഴ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് എനിക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് അറിയാൻ പറ്റും. അങ്ങനെയാ പഠിക്കട്ടെ, അല്ലെ? അതല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് കാണുമ്പോ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചു, വേഗം ടെക്സ്റ്റ് എടുത്തു വെച്ചു, എന്ത് ചെയ്യുന്നു? ആ ക്വസ്റ്റ്യൻ നോക്കുന്നു, അതിന്റെ വാക്ക് അടുത്ത് വരുന്ന ഏതെങ്കിലും സെന്റൻസ് ഉണ്ടോന്ന് തപ്പിപ്പിടിച്ച്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ അങ്ങനെയായിരുന്നു. പണ്ടൊക്കെ തന്നെയല്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഏകദേശം ഒക്കെ അങ്ങനെ തന്നെ. ഫസ്റ്റ് കൊടുക്കുന്ന ചോദ്യം ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് താഴെ തരംതിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാനാണ്. അറിയില്ലേ? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരിക്കും, അല്ലെങ്കിൽ ഒരു പാസേജ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ പണ്ടൊക്കെ ഉണ്ട്, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഉണ്ട്, വലിയൊരു പാസേജ് ഇംഗ്ലീഷിന്റെ ഒക്കെ തന്നിട്ട് അതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന് ആൻസർ കണ്ടുപിടിക്കാൻ ഈ പാരഗ്രാഫിനകത്ത് ഉണ്ട്. അപ്പൊ എന്താണ്, ചില കുട്ടികൾ എന്ത് ചെയ്യും? എന്റെ മീനിങ് ഒന്നും മനസ്സിലാക്കില്ല, വായിച്ചു നോക്കും, ആ വാക്ക് എവിടെ വരുന്ന ആ വാക്കുള്ള സെന്റൻസ് ഇവിടെ അങ്ങോട്ട് ഉത്തരമായിട്ട് എഴുതും. ചിലപ്പോ ചക്ക വീണു മുയൽ ചെത്തു എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ ശരിയാകും, പക്ഷെ ചിലപ്പോ ശരിയാവൂല. അതെന്താണെന്നറിയോ? ചിലപ്പോ ആൻസർ തൊട്ട് മുകളിലത്തെ സെന്റൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള സെന്റൻസ് ആയിരിക്കാം. മനസ്സിലായോ? അങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നന്നായിട്ട് വായിച്ച് അതിന്റെ മീനിങ് മനസ്സിലാക്കിയാൽ നമുക്ക് ആ കൃത്യമായിട്ട് ആൻസർ. അപ്പൊ ചിലപ്പോ 5 ചോദ്യം തന്നാൽ ചിലപ്പോ 3 ശരിയാവും. അത് നമ്മൾ പറയില്ലേ, കറക്കി കുത്തിയൊക്കെ ഉത്തരമാറ്റം പോലെ അങ്ങനെയൊക്കെ വരുന്നതാ. അല്ലാതെ കറക്റ്റ് ആയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി എഴുതുന്നതായിരിക്കും ചിലവര്. ചിലര് അർത്ഥം മനസ്സിലാക്കി. അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെ ചെയ്യരുത് നിങ്ങള്. എന്ത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേഗം കൊടുത്തിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് ചോദ്യത്തിന്റെ ഉത്തരം എവിടെയാണ് വന്നിരിക്കുന്നത് കോപ്പി സെലക്ട് ചെയ്ത് ഓപ്ഷൻ കൊടുത്തേക്ക്. അപ്പൊ നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല അത് ചെയ്തതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഇത് വായിച്ച് 2 പ്രാവശ്യം നോക്കുക, എന്നിട്ട് നമ്മളുടെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ,
ആ ഒരു രീതിയാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാം റിലേറ്റഡ് ടു എംപ്ലോയീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ക്യാമറ ഒക്കെ താഴെ കൊണ്ടല്ലോ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ്. ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞതൊക്കെ? ഓക്കെയാണ്. ഇനി ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് 6 മൊഡ്യൂൾസ് ആണ് കേട്ടോ. 6 മൊഡ്യൂൾസ് ആയിട്ടാണ് ഇതിന്റെ സിലബസ് കിടക്കുന്നത്. എല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ എന്താ പറയാ, രണ്ടാമത്തത് ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂള്. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, അതാണ്. ദെൻ ഫോർത്ത് വൺ ഒരു ടാലന്റ് മാനേജ്മെന്റ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ടാലന്റ്സ് മനസ്സിലാക്കി അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം. ഓക്കെ, അത്. പിന്നെ ഒരു ഫിഫ്ത് വൺ എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവരുടെ സാലറി, അവർക്ക് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങളൊക്കെ, അതിനെ സംബന്ധിക്കുന്ന ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്, മൊഡ്യൂൾ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് നമുക്കറിയാം എത്ര തന്നെ നമ്മൾ നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്താലും there will be some complaints, some problems between management and എംപ്ലോയീസ് മാനേജ്മെന്റിന്റെ ഇടയിലൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകും അല്ലെ അവരുടെ. അപ്പൊ അത്തരം അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് വിളിക്കുക, അവരുടെ കംപ്ലൈന്റുകൾ. പല അവരുടേതായ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനൊന്നും എന്താ പറയാ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അത് അവരുടെ ഡിസിപ്ലിൻ സംബന്ധമായ കാര്യം, പിന്നെ അവരുടെ ഹെൽത്ത്, അവരുടെ സേഫ്റ്റി എന്നീ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂൾ വരെ. അങ്ങനെ നമുക്ക് 6 മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മളുടെ ഈ HR-ന്റെ പോർഷൻസ് കിടക്കുന്നത്, സിലബസ് കിടക്കുന്നത്. ക്ലിയർ ആയോ? 1, 2, 3 ചാപ്റ്റേഴ്സ്. ഒന്നാമത്തെ 2, 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അതായത് പൂർണ്ണമായിട്ട് തീർന്നുണ്ടാവില്ല. അതിനിടയിൽ നമുക്ക് ഒരു ചെറിയൊരു മോഡൽ എക്സാംസ് നിങ്ങൾക്ക് നടത്തും. ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾ എന്ത് പഠിച്ചു എന്നാണ്. അതിൽ 2, 3 ചാപ്റ്റേഴ്സ് ഇച്ചിരി ലെങ്തി ആണ് കേട്ടോ, 2 മൊഡ്യൂൾസ്. ബാക്കി 2 ചെറുതുമാണ്. അത് കഴിഞ്ഞ് പിന്നെ 4, 5, 6 മൊഡ്യൂൾസ് കഴിയുമ്പോൾ മറ്റൊരു മോഡൽ എക്സാം. ലാസ്റ്റ് എല്ലാം തീർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ എന്താ പറയാ ഫൈനൽ എക്സാം. അപ്പൊ അങ്ങനെയാണ് HR-നെ സംബന്ധിക്കുന്ന നമ്മുടെ ഈ ഒരു കോഴ്സ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, HR മാനേജ്മെന്റ് ഇപ്പൊ എന്താന്ന് മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താന്ന് മനസ്സിലായോ? ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊണ്ട്? യെസ്, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തതെല്ലാം. ഐ തിങ്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ എന്ന ക്ലാസ് റെഗുലർ ക്ലാസ്സസ് തുടങ്ങാം കേട്ടോ. എല്ലാ ദിവസവും മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ എല്ലാ ദിവസവും 1 മണിക്കൂർ ക്ലാസ് ആണ്. 1 hour ഈച്ച് കേട്ടോ, 1 hour ഈച്ച് 1 മണിക്കൂർ ക്ലാസ് ആണ് എന്ന് അറിയാം. അപ്പൊ ആ ഒരു ബിറ്റ്വീൻ ആ ഒരു ഡ്യൂറേഷനിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷനിൽ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ മൊഡ്യൂൾസ് ഒക്കെ എടുത്ത് തീർന്നു. ഓക്കെ, പിന്നെന്താ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് ഒക്കെ എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ്, നമ്മൾ എന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ സമയവും പണവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയവും നമ്മുടെ പണവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, മണി ഈസ് മണി അല്ലേ? പണം ചെറിയ തുക ആയിക്കോട്ടെ, നമുക്കറിയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ മറ്റുള്ളവരോടൊക്കെ ചിലപ്പോ നിങ്ങൾ അന്വേഷിച്ചപ്പോ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാകും എത്ര കമ്പാരിറ്റീവ്ലി എല്ലായിടത്തെയും പ്രദേശിച്ച് കുറവാണെന്നുള്ള കാര്യം. കാശ് കുറവാണെന്ന് വിചാരിച്ച് ക്വാളിറ്റി ഒരിക്കലും കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്ലാസ്സസ് ഒക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതല്ല എങ്കിൽ നമ്മളിപ്പോ HRM-ന്റെ 10th ബാച്ചാണ് നിങ്ങളിപ്പോ. ഓക്കെ, ദാറ്റ് മീൻസ് പ്രീവിയസ്ലി 9 ബാച്ച് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം അറിയാലോ. അപ്പൊ 9 ബാച്ച് കഴിഞ്ഞ് 10ാമത്തെ ബാച്ചിലേക്ക് എത്തി നിൽക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്റ്റുഡൻസ് കിട്ടുന്നത് കൊണ്ടാണ്. അത് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ കൊടുക്കുന്ന ക്ലാസ്സസ് നല്ലതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വീണ്ടും രണ്ടാമത് ചെയ്തോ? ഇല്ലല്ലോ. നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ ആരും വരാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ അതും കൂടി മനസ്സിലാക്കുക. അപ്പൊ എന്റെ റിക്വസ്റ്റ് ഇതുള്ളൂ, ക്ലാസ് നമുക്ക് മിസ്സാകാതെ ലൈവിൽ കയറാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ്സ് കാണാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലേ? അല്ലെങ്കിൽ നമ്മളത് ചെയ്ത ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് വലിയ എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടാവാത്ത അവസ്ഥയാണ്. കോഴ്സ് പഠിച്ചു,
പക്ഷെ ഞാൻ എത്രത്തോളം പഠിക്കണം എന്നുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. നിങ്ങളൊക്കെ നമ്മള് തുടക്കം ബിഗിനിങ്ങിൽ നമ്മൾ പരിചയപ്പെട്ടില്ല. എന്നെ മാത്രം ഞാൻ പരിചയപ്പെടുത്തി. എല്ലാവരും പല പല ഡിസ്ട്രിക്ട്സിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എറണാകുളം ഡിസ്ട്രിക്റ്റില് അല്ലെങ്കിൽ ഇവിടെ നിയറസ്റ്റ് പ്ലേസസിൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ ജോയിൻ ചെയ്ത്? നമ്മുടെ ഈ അടുത്ത ഭാഗങ്ങൾ പ്രദേശത്ത് നോർത്ത് പറവൂർ എന്ന് കേൾക്കാത്തവർ ആരാത്? സോണി. സോണി എവിടെയാണ് സോണി വീട്? ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് പറയോ? ചെറിയ വല്ലന്തുരുത്ത്, നോർത്ത് പറവൂർ. ചെറിയ പലതുരത്തിന് നോർത്ത് പറവൂരാണോ? അത് ശരി. ഒന്ന് ക്യാമറ ഒന്ന് ഓണാക്കാമോ? രണ്ടാളാണെന്ന് നോക്കട്ടെ. എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ചെറിയ പലതുരത്തില് എവിടെയാണ്? കുറ്റിച്ചിറ പാലം. പാലത്തിന്റെ ഇറക്കം കഴിഞ്ഞിട്ട് 5ാമത്തെ വീട്. പാലം ഇറങ്ങിയിട്ടാണോ? ആ, പാലം ഇറങ്ങിയിട്ടാണ്. ആ മറ്റേ എന്താ ഒരു ഡോക്ടർ ഇരിക്കണില്ലേ അവിടെ? ഒരു ഡോക്ടർ സുഭാഷ് അല്ലേ? ആ അതൊക്കെ കഴിഞ്ഞു പോണം. ആ കഴിഞ്ഞു. ഇപ്പുറത്തോട്ടാണ് വരേണ്ടത്. തട്ടടവ് പാലം, വേലങ്കടവ് പാലത്തിലോട്ട് തന്നെ. ആ വേലങ്കടവ് പാലത്തിലോട്ട് വന്നിട്ട് എവിടെ പറ? ജനസേവന കേന്ദ്രം ഇല്ലേ? വേലങ്കടവ് നമ്മുടെ മറ്റേ ഇതില്ലേ, അവിടെ ഒരു ബാങ്ക് ഇല്ലേ, യുവജന? അതിന്റെ യുവജന. അങ്ങാട് പോകണ്ട, അതിനു മുമ്പാണ്. അതിനു മുമ്പ്. ആ. എന്നെ കണ്ടിട്ടില്ല? ഇല്ല. ഞാന് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 5 വർഷമായിട്ടുള്ളൂ. 5 വർഷമായിട്ടുള്ളൂ. വീട്ടില് വീട്ടുപേര് അറിയോ? വീട്ടുപേര് പറയോ? ശബരിങ്കൽ. ഹസ്ബൻഡിന്റെ പേരോ? ശ്യാംദാസ്. അച്ഛന്റെ പേര് അറിയാം, ശിവദാസൻ. നെയ്യണത്, നെയ്ത്ത്. ഗോപികയുടെ വല്ലവരുമാണോ? അവിടെ ആണോ ഗോപിക? അല്ല അല്ലേ? അല്ല. ആ അതായത് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ കരിമ്പാടത്തിന്റെ അവിടേക്കാണോ വരേണ്ടത്? അല്ല അല്ല, കുറ്റിച്ചിറ പാലത്തിനും വേലങ്കാട് പാലത്തിനും ഇടയിലാണ്. ഓക്കെ. എന്റെ വീട് അവിടെ അടുത്താണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത്. കരിമ്പാടമാണ് എന്റെ വീട്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കാണാം സോണി. ഓക്കെ. അപ്പൊ എവിടെയാ ബാക്കി ആരെങ്കിലും ഉണ്ടോ ഇനി അടുത്ത്? കണ്ടോ, അപ്പൊ ഞങ്ങള് നാട്ടുകാരായി. വേറെ ആരെങ്കിലും ഉണ്ടോ? അതില്ല. ഇനി വേറെ ആരെങ്കിലും ഒക്കെ ദൂരെ നിന്നുള്ളവരൊക്കെയാണോ? പല ജില്ലകളിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയോ? കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ട്. കോഴിക്കോടിൽ നിന്നാണ്. ഓക്കെ. ദിവ്യ കോഴിക്കോടാണ്. പ്രശ്നമുണ്ട് കോഴിക്കോടിന്ന്. പാലക്കാട്. അടുത്ത ദിവ്യ പാലക്കാട്, ഒരു ദിവ്യ കോഴിക്കോട്, കൊല്ലം, ദിവ്യ വേറെ. ഒത്തിരി ദിവ്യ ഉണ്ടല്ലോ ഈ ക്ലാസ്സില്. പത്തനംതിട്ട, കൊല്ലം, കോഴിക്കോട് അഗീത, പത്തനംതിട്ട, മലപ്പുറം, ഓക്കെ, തൃശ്ശൂർ. ഓക്കെ, കൂടുതൽ പേരും കോഴിക്കോട്, കൊല്ലം, പത്തനംതിട്ട ഒക്കെയാണ് അല്ലേ? യെസ്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇടുക്കി. ചിലപ്പോഴൊക്കെ കുട്ടികൾ ഇങ്ങനെ എബ്രോഡൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവുകയെ. അപ്പൊ അങ്ങനെയുണ്ട്. പുറത്തൊക്കെ ഇരുന്നിട്ട് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തവരുണ്ട്. എന്താ പറയാ, നമ്മളുടെ ദുബൈയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ്സിലോ ഒക്കെ ഇരുന്ന് പഠിക്കുന്നവരും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ. സൗദി. കണ്ട, അതെ, അങ്ങനെ ഒരാൾ നമുക്ക് കിട്ടി. സൗദിയിൽ നിന്നാണ് ആമിന. ഹലോ ആമിന. ആമിന സുഖാണോ? ആമിനക്ക് ദുബൈ സൗദിയില് സൗദിയില് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് അവിടെ തന്നെ ഒരു ജോലി കിട്ടട്ടെ ആമിനയ്ക്കും കേട്ടോ. ഫാമിലി ആയിട്ട് അവിടെയാണോ ആമിന? അല്ല, വിസിറ്റ് ആണ്. അതെ. യെസ്. അടുത്തത് ഇത്രയും ആളുകളൊക്കെ പല പല ജില്ലകളിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ളത്
ഇപ്പൊ ആകെ ഞാനും സോണിയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പല പല ജില്ലയിലുള്ളവരാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാണാനേ പറ്റൂട്ടോ. ബാക്കി എല്ലാവരും നമുക്ക് ഇവിടെ കോൺവെക്കേഷൻ സെറമണി ഉണ്ടാവുമല്ലോ, നമ്മുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സർട്ടിഫിക്കേഷൻ സെറമണി ഒക്കെ വരുമ്പോ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ ടീച്ചർമാരൊക്കെ കാണുമ്പോ ഇത് ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി വന്ന് നമ്മളോട് സ്നേഹം പങ്കിടുമ്പോ അത് ഭയങ്കര അത് ഞങ്ങൾക്കൊക്കെ വലിയൊരു അസറ്റാണ്. അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടാ. സോണിക്ക് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും. കരിമ്പാടം സ്കൂളിന്റെ അടുത്താണ് എന്റെ വീട്. കരിമ്പാടം സ്കൂൾ അറിയോ സോണി? അറിയാ. കൊച്ചെവിടെയാണോ പഠിക്കുന്നേ? കൊച്ചുങ്ങളുണ്ടോ? എന്റെ അംഗനവാടിയിലാണ് പോണത്. കുഞ്ഞു കൊച്ചാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ കഴിയുമ്പോ സ്കൂളിൽ ചേർക്കാൻ വരും. കരിമ്പാടത്താണ് ചേർക്കാന്ന് വിചാരിച്ചു. അവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ. യെസ്. അപ്പൊ ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനോ എന്തെങ്കിലും പറഞ്ഞോ? ക്ലാസ് ടൈം ഒക്കെ നിങ്ങൾക്ക് അറിയിക്കും. ക്ലാസ് തുടങ്ങുന്ന തീയതിയും ക്ലാസ്സിന്റെ ടൈമും കൃത്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും കേട്ടോ. ടൈം ഒന്നുകൂടി വെച്ചപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും എന്താ പറയാ വേരിയേഷൻസ് വന്നാലും അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒന്നുകൂടി ഇതാക്കിയിട്ട് വേണം നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ഒക്കെയാണ് നമ്മൾ ടൈം ടേബിൾ ഇടുക. ടൈം ടേബിൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടും തരും. ഡേറ്റും ഇതൊക്കെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഓക്കെ. പിന്നെ അപ്പൊ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് വേണ്ടി സമയമൊക്കെ കണ്ടെത്തി എല്ലാവരും ഒത്തിരി പേര് ജോയിൻ ചെയ്തു. എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികം നിങ്ങൾക്ക് വേറെ കാര്യങ്ങളെ കുറിച്ച് സംശയമില്ല. സമയത്ത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് വരും. ഓക്കെ. കാരണം നമ്മളെ ഡേറ്റ് ഇങ്ങനെ കൃത്യമായ സമയവും ഡേറ്റും ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ അന്നതാണല്ലോ പറഞ്ഞതൊക്കെ വരുമല്ലോ. സോ ഡേറ്റ് നമുക്ക് എന്താ പറയാ പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. And also thank you very much for spending 1 hour with me. Okay, so see you ക്ലാസ്സിൽ കാണാം. ഇനി നമ്മൾ ക്ലാസ്സിലായിരിക്കും കാണാം കേട്ടോ. Okay, waiting for that. Thank you so much.